അവയവദാനം എന്ന സന്ദേശമുയർത്തി പ്രവാസികൾക്കിടയിൽ ക്യാമ്പയിൻ നടത്തുന്നു. ഏപ്രിൽ 20 മുതൽ ജൂലൈ 20 വരെ 3 മാസം നീളുന്നതാണ് ക്യാമ്പയിൻ. പരിപാടിയുടെ ഔപചാരികമായ പ്രഖ്യാപനം മാർച്ച് 21-ന് ദമാമിൽ നടക്കുന്ന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിക്കും. അവയവം ദാനം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് നവോദയ സാംസ്കാരിക വേദി കിഴക്കൻ പ്രവിശ്യ കമ്മിറ്റി 3 മാസക്കാലം നീണ്ടുനിൽക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. പ്രവിശ്യയിലെ സ്ഥാപനങ്ങൾ, ഡോക്ടർമാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ മുതൽ 3 മാസക്കാലം നീണ്ടുനിൽക്കുന്ന ബോധവൽക്കരണ പരിപാടികൾ കേരള സർക്കാരിന്റെ മൃതസഞ്ജീവനി കോർഡിനേറ്റർ ഡോക്ടർ രാംദാസ് പിഷാരടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമുണ്ട്, കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് എന്ന ഒരു സ്ഥാപനം. അത് കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ സൗദി അറേബ്യയിൽ ദമാം മേഖലയിൽ നമ്മൾ ഈ പ്രവാസികൾക്ക് അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ 3 മാസക്കാലം ഏപ്രിൽ ആദ്യം മുതൽ 3 മാസം കണ്ടിന്യൂ ആയിട്ട് ഇവിടുത്തെ ഡോക്ടർമാരും അതുപോലെ നാട്ടിലെ ഡോക്ടർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രവാസികൾക്ക് അവയവദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ വേണ്ടി സംഘം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ മാർച്ച് 21-ാം തീയതി പദ്ധതി നമ്മൾ 3 മാസക്കാലത്തെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം ദമാമിലെ പാരഗൺ ഹോട്ടലിൽ വെച്ചിട്ട് വൈകുന്നേരം 4 മണിക്ക് നടത്തുന്നുണ്ട്. അതിലും സൗദിയിൽ വെച്ച് മസ്തിഷ്ക മരണം സംഭവിക്കുന്നവർക്ക് ഇവിടെ തന്നെ അവയവം ദാനം നൽകാൻ ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ദമാം.